ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ മനോഹരമായ കഥയൊന്ന് കേട്ടുനോക്കൂ. 2 മാസത്തെ ലീവിന് വന്നതായിരുന്നു നമ്മുടെ കഥാനായകൻ ഷാൻ. 2.5 വർഷത്തോളം ഗൾഫിൽ ജോലിയെടുത്ത് നാട്ടിലെത്തിയപ്പോൾ നല്ല മഴയും നല്ല കാലാവസ്ഥയുമായിരുന്നു. അവൻ അറിയാതെ തന്നെ 2 മാസങ്ങൾ കഴിഞ്ഞുപോയി. നാളെ തിരിച്ചു പോകണം. സഹോദരിയുടെ വീട്ടിൽ പോയി എല്ലാവരോടും യാത്ര പറയണമെന്ന് കരുതി അവൻ കുറച്ചകലെയുള്ള സഹോദരിയുടെ വീട്ടിലോട്ട് യാത്ര പുറപ്പെട്ടു. ഒരു ബൈക്കുമേലായിരുന്നു അവന്റെ യാത്ര. സഹോദരിയെയും മക്കളെയും കണ്ടു. അവൻ അവിടെ നിന്നും തിരിച്ചുവരുന്ന വഴിയിൽ ഒരു ഗ്രാമത്തിൽ കുളത്തിനടുത്തുനിന്ന് കുറച്ച് സ്ത്രീകൾ കരയുന്നത് അവൻ കണ്ടു. അവൻ പെട്ടെന്ന് വണ്ടി നിർത്തി അങ്ങോട്ട് ഓടിച്ചെന്നു. ജൂലൈ മാസത്തെ മഴ തകൃതമായി പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുളങ്ങളും തോടുകളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവൻ ആ സ്ത്രീകളുടെ അടുത്ത് ചെന്നപ്പോൾ 2 കുട്ടികൾ ആ കുളത്തിൽ 2 കുട്ടികൾ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നു. അവൻ ഒന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് പാന്റും ഷർട്ടും ഊരി കുളത്തിലോട്ട് ചാടി. 6 വയസ്സോളം വരുന്ന 2 കുട്ടികളായിരുന്നു മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്നത്. ഒരാളെ പെട്ടെന്ന് തന്നെ അവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. രണ്ടാമത്തെ കുട്ടി അപ്പോഴേക്കും വെള്ളത്തിനടിയിലോട്ട് പോയിരുന്നു. വളരെ പ്രയാസപ്പെട്ട് ആ കുട്ടിയെയും അവൻ കരയിലെത്തിച്ചു. പക്ഷേ ആ കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴേക്കും അവിടെ ഒരുപാട് ആളുകൾ കൂടി. രണ്ടാമത്തെ കുട്ടിയെ ഹോസ്പിറ്റലിലെത്തിച്ചു. കൃത്യസമയത്തെത്തിച്ചതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞു. ഇതേ സമയം 2 കുട്ടികളെയും കരയിലെത്തിച്ച നമ്മുടെ ഷാന് കുളത്തിൽ നിന്നും കയറി ഡ്രസ്സെല്ലാം മാറ്റി അവന്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ അവനൊന്ന് പരിഭ്രമിച്ചു. അവന്റെ പേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻക്ക് നാളെ ഗൾഫിൽ പോകുവാനുള്ളതാണ്. അവിടെ ചെന്നിറങ്ങിയാൽ പുറത്തേക്കിറങ്ങണമെങ്കിൽ അവിടുത്തെ ID കാർഡ് വേണം. ആ കാർഡും മറ്റു വിലപ്പെട്ട രേഖകളും ആ പേഴ്സിലുണ്ട്. അവൻ ആകെ പരിഭ്രമിച്ചു. അവിടെ കൂടിയ ആളുകളോട് അവൻ പേഴ്സ് നഷ്ടപ്പെട്ട വിവരമറിയിച്ചു. അത് കേട്ടപ്പോൾ അവരുമൊന്ന് പരിഭ്രമിച്ചു. എവിടെയോ ഉള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലെ 2 കുഞ്ഞുങ്ങളെ രക്ഷിച്ചതിന് അവന്റെ പേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വാർത്ത നാട്ടിലാകെ പരന്നു. പ്രമുഖരെല്ലാം ഇടപെട്ടു. എല്ലാവർക്കും നാണക്കേടാകുന്ന കേസായിരുന്നു അത്. ആ ഗ്രാമത്തിലെ മൊത്തം ജനങ്ങൾക്കും നാണക്കേടാകും. അതുകൊണ്ട് ആ പേഴ്സ് എടുത്ത ആളെ എങ്ങനെയെങ്കിലും കിട്ടണം. അവിടുത്തെ പ്രമുഖർ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ചെന്ന് വിവരം പറഞ്ഞു. നമുക്ക് അവന്റെ പേഴ്സ് ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണം. എല്ലാവരും സഹകരിക്കണം. ചോദിച്ചിട്ടും പേഴ്സ് കിട്ടാൻ കഴിഞ്ഞില്ല. നേരം രാത്രിയാകുവാൻ തുടങ്ങി. ഷാൻ അപ്പോഴും കുളത്തിനടുത്ത് നിൽക്കുകയാണ്. അവർക്ക് കരച്ചിൽ വന്നു തുടങ്ങി. അവൻ മനസ്സിലിങ്ങനെ പറഞ്ഞുപോയി, ദൈവമേ, 2 കുട്ടികളെ രക്ഷിച്ചതിന് എനിക്ക് തന്ന ശിക്ഷയാണോ ഇത്? അവൻ കരയുന്നത് കണ്ട് അവിടെ കൂടിയവർ അവനെ ഒരു വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി. അവനോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്റെ പേഴ്സ് ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. പക്ഷേ നാട്ടുകാർ എത്ര ശ്രമിച്ചിട്ടും പേഴ്സ് കിട്ടിയില്ല. പിന്നീട് അവർ ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് തീരുമാനത്തിലെത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു CIയും കുറച്ചു പോലീസുകാരും കൂടി ഒരു ജീപ്പിൽ വന്നു. ഷാനിന്റെ ദയനീയ അവസ്ഥ അവർക്ക് മനസ്സിലായപ്പോൾ പോലീസുകാർക്കും വിഷമമായി. അവർ മേലുദ്യോഗസ്ഥനെ വിളിച്ചു. കൂടുതൽ കേസന്വേഷിക്കുന്ന പോലീസുകാരും കൂടി അവിടെ വന്നു. ആ ഗ്രാമത്തിൽ ആകെ പോലീസ് വാഹനത്തിൽ അനൗൺസ്മെന്റ് ചെയ്യുവാൻ പോലീസുകാർ തീരുമാനിച്ചു. അതിങ്ങനെയായിരുന്നു: പ്രിയ ഗ്രാമവാസികളെ, നിങ്ങളുടെ ഗ്രാമത്തിലെ 2 കുട്ടികളെ രക്ഷിച്ച ചെറുപ്പക്കാരന്റെ പേഴ്സ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകെ വരുന്ന വാഹനത്തിൽ വെക്കണം. നിങ്ങളെ ആരും കാണില്ല. നിങ്ങളെ ആരും ശിക്ഷിക്കുകയുമില്ല. നിങ്ങളാണെടുത്തത് എന്നാരും അറിയുകയുമില്ല. അങ്ങനെ സന്ധ്യാനേരത്ത് പോലീസ് വാഹനം ആ ഗ്രാമമാകെ അനൗൺസ്മെന്റ് വണ്ടിയുമായി കറങ്ങി. ഈ സമയം നാട്ടുകാരോട് ആരോടും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞു. ആ ഗ്രാമം നിശബ്ദതയായി. പോലീസ് വാഹനം ഗ്രാമത്തിന്റെ ഉള്ളിലോട്ട് ചെന്നപ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഒരു യുവതി വന്നു ആ പേഴ്സ് ബാക്കിലുള്ള പോലീസ് വാഹനത്തിൽ ഇട്ടുകൊടുത്തു. പക്ഷേ ആ യുവതി ആരാണെന്നറിഞ്ഞപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യുവാൻ തോന്നി? പേഴ്സ് കിട്ടിയ വിവരം അനൗൺസ്മെന്റ് ചെയ്തു. അത് കേട്ടപ്പോൾ ആ നാട്ടുകാരെല്ലാം പുറത്തോട്ടിറങ്ങി. പോലീസുകാരോട് ചോദിച്ചു, ആരാണ് ആ പേഴ്സ് എടുത്തത്? അത് ഞങ്ങൾക്കറിയണം. അപ്പോൾ മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ലക്ഷ്യം പേഴ്സ് കിട്ടുക എന്നതായിരുന്നു. അത് നമുക്ക് കിട്ടി. നമ്മുടെ ലക്ഷ്യം നിറവേറ്റി. അതെവിടെ നിന്ന് കിട്ടി, ആരെടുത്തു എന്നൊന്നും നമ്മൾ അറിയേണ്ട. നമ്മൾക്ക് കിട്ടുവാനുള്ളത് കിട്ടി, അത് മതി. പിന്നീട് ആ നാട്ടുകാരോട് ആ ഉദ്യോഗസ്ഥൻ 2 കാര്യം പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യം, ആരെയും നമ്മൾ 100% വിശ്വസിക്കരുത്. രണ്ടാമത്തെ കാര്യം, ആരെയും നമ്മൾ 100% കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്. കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ആ പേഴ്സ് എടുത്ത ആൾ ഈ കഥാപാത്രത്തിലെ ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ കഥാകാരൻ അവരുടെ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായവർ കമന്റ് ബോക്സിൽ ആളെ വെളിപ്പെടുത്തൂ.